بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കുന്ന ഒരു കാലയളവാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹുവോട് വേഗം അടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിൽ നിന്നും പലതും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സുവർണ സമയം. നമ്മുടെ ജീവിതത്തിൻ്റെ ദുന്യവിയും ഉഖർവിയുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് കൈയുയർത്താൻ ഏറ്റവും നല്ല സന്ദർഭമാണിത്. പക്ഷേ മനഃശാസ്ത്രപരമായി ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ എല്ലാ കോണുകളും നാം പരിശോധിച്ചാൽ അതിൽ പരിഗണിക്കപ്പെടുന്ന പലതിനെയും അള്ളാഹുവിൽ നിന്നും നമ്മൾ ചോദിച്ച് കരസ്ഥമാക്കാൻ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, സ്ഥിരമായി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മുതലാളിയുടെ മുന്നിൽ പതിവ് പോലെ തൊഴിലാളി എത്തി. അവൻ മുതലാളിയോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഇന്ന ആവശ്യങ്ങൾക്ക് എനിക്ക് സഹായം ചെയ്തു തന്നത്, അത് നിറവേറ്റി തന്നത് അങ്ങാണ്. ഇപ്പോൾ എനിക്ക് അതുപോലെ പുതിയൊരു ആവശ്യം വന്നിട്ടുണ്ട്. മുമ്പ് നിറവേറ്റി തന്ന പോലെ അങ്ങ് തന്നെ ഇതും നിറവേറ്റി തരണം എന്ന് പറഞ്ഞാൽ, തൻ്റെ തൊഴിലാളിക്ക് താൻ ചെയ്തു കൊടുത്ത സഹായങ്ങളെ അവൻ നന്ദിപൂർവ്വം അനുസ്മരിച്ച് തൻ്റെ മുന്നിൽ അത് സമ്മതിക്കുമ്പോൾ മുതലാളിയുടെ തീരുമാനം വീണ്ടും സഹായിക്കണം എന്നാണ്. എന്നാൽ നേരെ മറിച്ച് നിരുപാധികം വന്നിട്ട് എനിക്ക് ഇന്ന ആവശ്യമുണ്ടതങ്ങ് ചെയ്തു തന്നാൽ എന്താ എന്ന രീതിയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുതലാളിയുടെ മനസ്സിൽ മുഷിപ്പുണ്ടാകും. അതുവഴി അവൻ ആ സഹായം ചെയ്തു കൊടുക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്താൻ പ്രയാസമുണ്ടാവും. ഇത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഔദാര്യം ചെയ്തു കൊടുക്കുന്നിടത്തുള്ള മനഃശാസ്ത്രപരമായി നാം സമ്മതിക്കുന്ന ഒരു സത്യം ഇതാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മുതലാളിയായ അള്ളാഹുവോട് അവൻ്റെ അടിമ അള്ളാഹ് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സമ്മതിക്കുക എന്ന ഒരു സ്ട്രക്ചർ ഇബാദത്തിന്റെ രംഗത്ത് നിർബന്ധമാക്കിയതിനോട് കൂടെ തന്നെയാണ് നമ്മൾ അള്ളാഹ് മുമ്പ് ചെയ്തു തന്നതിനെ സമ്മതിക്കാതെയും അത് എടുത്തു പറയാതെയും പുതിയ പുതിയ ആവശ്യങ്ങൾ റബ്ബിലേക്ക് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യവഴി അള്ളാഹുവിൽ നിന്നും നമുക്ക് നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് പ്രതികരണം വൈകാൻ സാധ്യതകൾ ഏറെയാണ്. ഒന്നാലോചിച്ച് നോക്കണം, പൂർവികരായ അമ്പിയാക്കളും മഹാന്മാരായ സ്വാലിഹീങ്ങളും പ്രാർത്ഥിച്ചതിനെ കുറിച്ച് ഖുർആനും ഹദീസും എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ആ മാർഗവും ഇതുമായി ഒട്ടും വിഭിന്നമല്ല എന്നുള്ളതാണ് വസ്തുത. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സമ്മതിക്കുകയും അത് തുറന്നു പറയുകയും ചെയ്യലിന് ശുക്ർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള അമലായി രേഖപ്പെടുത്താണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സമ്മതിക്കുക, അള്ളാഹുവോട് തന്നെ അത് തുറന്നു പറയാം. അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സനാ എന്നും ശുക്ർ എന്നും അതിന് പറയും. അള്ളാഹുവോടുള്ള നന്ദി പ്രകടനമാണ്. അങ്ങനെ ചെയ്താൽ തന്നെയും പിന്നീട് വരാനുള്ള ജീവിതത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളെയും അള്ളാഹു നിരുപാധികം കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹ് ചെയ്തു തന്നതിനെ നമ്മൾ അള്ളാഹുവോട് പറയാനൊരു മടി കാണിക്കുന്നവരാണ്. അള്ളാഹ് ചെയ്തു തന്നതിനെ അള്ളാഹുവോട് പറയൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എത്ര കാര്യമാണ് റബ്ബ് നമുക്ക് ചെയ്തു തന്നത്, അത് അള്ളാഹുവോട് തന്നെ പച്ചനെ പറയാം. അള്ളാഹുവിന് വലിയ ഇഷ്ടം അത് കേൾക്കാൻ. അതിൻ്റെ കൂടെ ഇനി എനിക്ക് ഒന്നുകൂടി ഉണ്ട്, അത് നീ ചെയ്തു തരണേ എന്ന് ചോദിച്ചാൽ അള്ളാഹു വേഗത്തിൽ അത് നടത്തി കൊടുക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഇത് സംബന്ധമായി ധാരാളം പറയുന്നുണ്ട് എന്നതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഹ്രസ്വമായ ചർച്ച. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സുള്ളപ്പോൾ തന്നെ വന്നു കൂടിയ ആളാണ് 38 വയസ്സുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക അന്തരീക്ഷത്തിലൂടെയുള്ള ജീവിതം 2 വർഷം മുന്നോട്ട് നയിച്ചു. ഇപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 40 ആണ്.
ആ 40 വയസ്സിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെറും 2 വർഷത്തെ ഇടപെടൽ, നാം ഇന്ന് ചെയ്യുന്ന ഇത്രയും നിയമങ്ങളോ ഇത്രയും അമലുകളോ, നാം ഇന്ന് നിയന്ത്രിതരായിരിക്കുന്ന ഇത്രയും നിയമങ്ങളോ, അങ്ങനെ ഒന്നും ഇല്ലാത്ത ഇസ്ലാമിന്റെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ ഏറ്റവും ലളിതമായ ചടങ്ങുകളിൽ മാത്രം പരിമിതമായ മത ചൈതന്യത്തിലൂടെ 2 വർഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ 2 വർഷം പൂർണ്ണമായി ഇപ്പോൾ 40 വയസ്സിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പ്രാർത്ഥന ഉന്നയിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താരതമ്യം ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്രാധാന്യം, ആ പ്രാർത്ഥനയെ താരതമ്യം ചെയ്തിരിക്കുന്ന പ്രാധാന്യം ഒരു നുബുവത്തിന്റെ വലിപ്പം ഉള്ള മനുഷ്യന്റെ പ്രാർത്ഥന പോലെ. അങ്ങനെയാണ് ഖുർആൻ ആ പ്രാർത്ഥനയിലെ പക്വതയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്വതയോടുകൂടി ദുആ ചെയ്തത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഒക്കെ സമ്മതിച്ചിട്ട് ആവശ്യം ചോദിക്കാം. ഖുർആൻ അതൊരു ആയത്തായി തന്നെ പറഞ്ഞു. ഒരു സ്വഹാബി ദുആ ചെയ്തതിനെയും ആ ദുആ ചെയ്ത പശ്ചാത്തലത്തെയും ഖുർആന്റെ ഒരു ആയത്തായി ലോകാവസാനം വരെ സർവസൃഷ്ടിക്കും പാഠമാവട്ടെ എന്ന തരത്തിൽ അള്ളാഹു ഒരു ആയത്തായി കൊണ്ടുവന്നുവെങ്കിൽ ശൈലി അത് തന്നെയാണ് കരണീയം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلحني في ذريتي إني تبت إليك وإني من المسلمين. സൂറത്തുൽ അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ സമാരംഭം മുതൽക്ക് ഉള്ളൊരു സൂചന. മഹാനവറുകളുടെ സത്യസരണിയിലേക്കുള്ള ചേക്കേറൽ ഉൾപ്പെടെ എല്ലാം പറഞ്ഞു. ഹത്താ ഇദാ ബലഗ അശുദ്ദഹ വബലഗ 40 സന. ആ മഹാനായ മനുഷ്യന് 40 വയസ്സ് പ്രായമായപ്പോൾ, അദ്ദേഹത്തിന്റെ പക്വത പൂർണ്ണമായപ്പോൾ, പ്രാർത്ഥനയും പക്വതയുള്ളതായി. അന്ന് അദ്ദേഹം ദുആ ചെയ്തത് قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നീ എത്രയാ ചെയ്തത്, അത് മുഴുവൻ ഞാൻ മറക്കും അല്ലാഹ്. അത് മറക്കാതെ എന്നെ ഓർമ്മിപ്പിക്കാൻ, ഓർത്താൽ നിനക്ക് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കാൻ നീ എനിക്ക് അവസരം നീ തന്നെ തരണം അല്ലാഹ്. അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാന്ന് എണ്ണിയിട്ട് തീരുന്നില്ല, അത്രയും ചെയ്തു. അത് മുഴുവനും സംബന്ധിച്ചു. അങ്ങനെ അള്ളാഹു ചെയ്തതിനെ, മുമ്പ് ചെയ്തതിനെ ഓർക്കുകയും സ്മരിക്കുകയും അത് അള്ളാഹുവിന്റെ മുന്നിൽ സമ്മതിക്കുകയും അതിന്റെ ശേഷം മഹാനവറുകൾ പറയാണ്, അള്ളാഹു എനിക്ക് വേണ്ടത് വഅസ്ലിഹ്ലി ഫീ ദുർരിയത്തി, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അതാണ് ആവശ്യമല്ല ആദ്യം പറഞ്ഞത്. മുമ്പ് ചെയ്തതും കിട്ടിയതും അനുഭവിച്ചതും അനുഗ്രഹമായി തന്നെ മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ മഹാനവറുകൾ നിരുപാധികം അങ്ങ് സമ്മതിച്ചു കൊടുത്തു. അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് നല്ല ജോലി ഉണ്ടല്ലോ അല്ലാഹ്. അള്ളാഹുവേ, എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലാഹ്. കാലിന്റെ മുട്ടുവേദന മാറാൻ അള്ളാഹുവോട് ദുആ ഇറക്കാൻ നേരം പറയണം, അള്ളാഹു എൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ല കാഴ്ചയുണ്ട് അല്ലാഹ്. കാതിന് കുഴപ്പമില്ല, ശരീരത്തിന് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല, എല്ലാം നിന്റെ ഔദാര്യമാണല്ലോ തമ്പുരാനെ, എന്നാലും ഈ ചെറിയൊരു വേദനയും നീ തന്നതല്ലേ അല്ലാഹ്. അങ്ങനെ അങ്ങോട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ അഴിച്ചഴിച്ചു പറയണം. അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സിദ്ദീഖ് തങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നുബുവത്തിന്റെ വലിപ്പമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തേ. അപ്പൊ സുലൈമാൻ നബി അന്ന് പ്രാർത്ഥിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പ്രാർത്ഥന നടത്തുമ്പോൾ വഹിയായി വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അത് കേട്ട് പ്രാർത്ഥിച്ചാണെന്ന് പറയാം. അങ്ങനെയല്ല, സുലൈമാൻ നബി അന്ന് പ്രാർത്ഥിച്ചതിനോട് യാദൃച്ഛികമായി മഹാനവറുകൾ യോജിച്ചു പോയതാണ്. പിന്നീട് വന്ന വഹയിന്റെ ആരവങ്ങളിൽ ഇതേ പ്രാർത്ഥന പോലത്തെ ഒരു പ്രാർത്ഥന മുമ്പ് ഒരു നുബുവത്തിന്റെ വ്യക്തിപ്രഭാവം അള്ളാഹുവിന്റെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. സാധാരണക്കാരനല്ല, ഒരു സാധാരണ നബി പോലുമല്ല. 4 വേദഗ്രന്ഥങ്ങൾ അള്ളാഹു നൽകിയ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരിലെ പ്രത്യേകക്കാരായ 4 പേരിൽ ഒരാളാണല്ലോ ദാവൂദ് നബി അലൈഹിസ്സലാം. ആ നബിയെ പോലും തിരുത്തി അദ്ദേഹത്തിന്റെ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ചെറിയ പക്വതയല്ല സുലൈമാൻ നബി അലൈഹിസ്സലാം. മാത്രമല്ല, മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള ഭരണ സാമ്രാജ്യത്വം തന്റെ വലങ്കയിൽ അമ്മാനമാടിയ മഹാനാണ്. അത്രയും വലിയ ഒരു കാര്യദർശിയാണ് പ്രാർത്ഥന അള്ളാഹുവിന്റെ മുന്നിൽ ഉന്നയിച്ചത്. അതോളം വലിപ്പം. എന്താ സുലൈമാൻ നബി അള്ളാഹുവോട് ദുആ ചെയ്തത്? ഉറുമ്പ് ചിരിച്ചു, മഹാനവറുകൾ ഉറുമ്പ് സംസാരിക്കുന്നത് കേട്ട് മഹാനവറുകൾ ചിരിച്ചു. നടന്നു പോകുന്ന വഴിയിൽ ഉറുമ്പിന്റെ ചെറിയ ശബ്ദവീചികൾ കേട്ടപ്പോ സുലൈമാൻ നബി അള്ളാഹുവോട് പറഞ്ഞു, അള്ളാഹുവേ, എത്ര അനുഗ്രഹമാണ് നീ എനിക്ക് ചെയ്തത്. ആർക്കും തിരിയാത്ത ഒരു ഭാഷ എന്റെ മുന്നിൽ നീ തന്നല്ലോ. فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. സൂറത്തുൻ നംൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെയുള്ള വാക്കുകൾ തന്നെ. ഒരു നുബുവത്തിന്റെ വലിപ്പത്തിലേക്ക് വാക്കുകളുടെ പക്വതയെ അല്ലാഹു കൊണ്ടുവരികയാണ്. ഈ രീതിയിൽ ലോകാവസാനം വരെ ഈ 2 പ്രാർത്ഥന ലോകത്തിന്റെ മുന്നിലുണ്ട്. ദാവൂദ് നബിയുടെ പൊന്നുമോൻ ചില്ലറക്കാരനല്ല. وَدَاوُودَ وَسُلَيْمَانَ يَحْكُمَانِ فِي الْحَرْثِ إِذْ نَفَشَتْ فِيهِ غَنَمُ الْقَوْمِ وَكُنَّا لِحُكْمِهِمْ شَاهِدِينَ فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. സുലൈമാൻ നബി ഈ പ്രാർത്ഥന പറഞ്ഞ സുലൈമാൻ നബി നിസാര ക്വാളിറ്റി ഉള്ള ആളല്ല. അപ്പൊ അവരൊക്കെ ദ്വാരുന്നത് അങ്ങനെയാണ്. അല്ലാതെ നേരെ അള്ളാഹുവോട് ചോദിച്ച ഉത്തരം കിട്ടുകയൊക്കെ ചെയ്യുന്നാൽ അതിനൊരു മര്യാദ ഇല്ലേ? ദ്വാഗിനൊരു പക്വതയില്ലേ? എന്താണ് പക്വത? സാധാരണക്കാരോട് പറയാം, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്, അതൊക്കെ ഏറ്റേറ്റ് എന്നും പറയാം. നമുക്ക് ഓർമ്മയുള്ളതൊക്കെ പറയാം. പടച്ചോനെ, നിന്റെ ഒരു കാവലാണ് അത് അങ്ങനെ അന്ന് സംഭവിച്ചത്, അൽഹംദുലില്ലാഹ്. പച്ചന വർത്താനം പറയാം. ഇത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാണ്. സ്വഹാബികളെ പോലും ഇങ്ങനെയാ പഠിപ്പിച്ചത്. മഹാനായ ഹബീബായ നബി തങ്ങൾ വസിയ്യത്ത് എന്ന പ്രാധാന്യത്തിൽ പ്രിയ ശിഷ്യനായ സ്വഹാബി മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞതും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന വസിയ്യത്ത് എന്ന പ്രാധാന്യത്തിൽ തന്നെ പ്രിയ ശിഷ്യന് പുണ്യ നബി കൊടുത്ത ഉപദേശവും ഇങ്ങനെ തന്നെയാണ്. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ നമുക്ക് ഹദീസ് കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി, മഹാനവറുകൾ പറയാ, അഖദ ബിയദിഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ അങ്ങനെ സ്നേഹത്തോടുകൂടി പിടിച്ചു. എന്നിട്ടോ മുആദിന്റെ മുഖത്തേക്ക് നോക്കി. ഹബീബിന്റെ മുഖത്തു നിന്നും വാത്സല്യം തുളുമ്പി നിൽക്കുന്ന ഭാവം മുആദിനോട് 1000 വാചാലതയിൽ ഹബീബായ നബിയുടെ സ്നേഹം പങ്കിട്ടു. അണച്ചു പിടിച്ചു എന്നിട്ട് പറഞ്ഞു, യാ മുആദ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. 2 വട്ടം പറഞ്ഞു. അല്ലാഹുവേ തന്നെയാണ് സത്യം, മുആദേ മോനെ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ. 2 വട്ടം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ ചേർത്ത് പിടിച്ച ഒരാളോട് ഇഷ്ടം അറിയിക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്ര ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. എന്നിട്ട് അത്രയും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി പറയുന്ന കാര്യത്തിൽ എത്ര പ്രാധാന്യമുണ്ട്. ഇപ്പോൾ
ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് അത്ര പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു മനഃശാസ്ത്രപരമായി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനോട് ഈ രീതിയിൽ സംവദിച്ചത്. എന്നിട്ടോ പറയുന്ന കാര്യം സാധാരണ രീതിയിലുള്ള ഒരു ഏൽപ്പിക്കലല്ല, വസിയ്യത്താണ്. വസിയ്യത്തായി ഏൽപ്പിക്കാണ്. ഫഖാല ഊസീക യാ മുആദ്. വസിയ്യത്തായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണ നേരത്തെ മൊഴി, മരണമൊഴിക്ക് പ്രാധാന്യമുണ്ട്. അതിൽ മതഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മരണനേരത്ത് പറഞ്ഞേൽപ്പിക്കുന്ന മരണാനന്തരം നടന്നു കാണേണ്ട കാര്യങ്ങളെയാണ്, മരണത്തോട് തഅല്ലുഖായ നിർദ്ദേശത്തെയാണ് വസിയ്യത്ത് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം വിലയിരുത്തുന്നു. ആ വസിയ്യത്ത് പ്രാധാന്യത്തിൽ സ്നേഹപ്രകടനത്തിന്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് മറ്റൊരു സഹാബിയോടും കാണിക്കാത്ത സ്നേഹപ്രകടനത്തിന്റെ വാചാലതയിൽ ഇനി മുത്തുനബി പറയുന്ന കാര്യത്തിന് എത്ര പ്രാധാന്യമുണ്ട്, ആ കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞത്. മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദേ ഞാൻ നിന്നോട് വസിയ്യത്തായി ഏൽപ്പിക്കട്ടെ, ഞാൻ മരിച്ചാലും നീ മുടക്കല്ലേ മോനെ. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നിന്റെ പ്രാർത്ഥനയിൽ നീ കൊണ്ടുവരണേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇതൊരു വലിയൊരു ദുആയാണ്. അല്ലെങ്കിൽ സമാനമായ ആശയങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. എന്താണ് ഈ ദുആ ചെയ്തത്? അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ, നീ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കാനും അതിന് നന്ദി ചെയ്യാനും നീ എന്നെ സഹായിക്കണേ. അതൊരു വലിയ സഹായം കിട്ടിയാലേ നമുക്കത് അള്ളാഹുവോട് ഏറ്റു പറയാനും അള്ളാഹ് മുമ്പ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കാനും കഴിയൂ. അങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. وأوصى بذلك معاذ السنابحي وأوصى به السنابحي أبا عبد الرحمن. ഇമാം അബൂ ദാവൂദ് സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനായ സുനാബിഹി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ രീതിയിൽ മരണവസിയത്ത് പോലെ പ്രാർത്ഥന ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ അബൂ അബ്ദുറഹ്മാൻ എന്നവർക്ക് ഏൽപ്പിക്കുകയും അങ്ങനെ മഹാന്മാർ പിൻഗാമികൾക്ക് ഏൽപ്പിച്ച് പോന്നു. അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് തുറന്നു പറയണം, അതങ്ങോട്ട് സമ്മതിക്കണം, അതിന്റെ ഇടയ്ക്കട അൽഹംദുലില്ലാ പറയണം. എന്നിട്ട് നമ്മുടെ ദുആ മുന്നോട്ട് പോകണം. ആ ദുആ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ ദുആ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അള്ളാഹുവിന് മടുപ്പില്ല. അങ്ങനെയുണ്ട്. നമുക്ക് കേട്ടത് പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞു, നമുക്ക് എന്താ അതൊരു മുഷിപ്പ. എത്ര കേട്ടാലും അള്ളാഹുവിന് മടുപ്പില്ല. അള്ളാഹ് ചെയ്തത് പറഞ്ഞു, ആദ്യം പറഞ്ഞത് തന്നെയാ പിന്നെയും പറഞ്ഞത്, അള്ളാഹുവിന് മടുപ്പില്ല. മഹാന്മാരായ പ്രവാചകന്മാർ ഇങ്ങനെയാ ദുആ ചെയ്തതെന്ന് ഖുർആൻ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലീ ഫിദ് ദുനിയാ വൽ ആഖിറ. ഇത്രയും പറഞ്ഞു തവഫനി മുസ്ലിമൻ പറയാൻ വേണ്ടി സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാം. സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്ത്. അല്ലാഹുവേ, ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും തുടങ്ങി അടിമച്ചന്ത വഴി രാജകൊട്ടാരത്തിലെ ദാസനായി എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അധികാരത്തിലാ, ഞാൻ രാജാവാണല്ലോ, എനിക്ക് രാജപദവി നീ തന്നു. അതുപോലെ തന്നെ മറ്റാർക്കുമില്ലാത്ത അൽ മുഅ്ജിസത്തുൽ കുബ്രയായ എന്റെ അൽ മുഅ്ജിസത്തുൽ കുബ്രയായ സ്വപ്നവ്യാഖ്യാനം കൊണ്ട് അത്ഭുതത്തിന്റെ അറിവുകൾ പ്രചരിപ്പിക്കാൻ നീ എനിക്ക് അവസരം തന്നു. അല്ലാഹുവേ, ഇതൊന്നും അത്ര വലുതല്ല. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ഭൂമിയെയും ഇതിനപ്പുറമാണല്ലോ നിന്റെ സൃഷ്ടിപ്പായി നീ അത്ഭുതങ്ങൾ തീർത്തിരിക്കുന്നത്. അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്നെ നോക്കാൻ നീയേ ഉള്ളൂ അല്ലാഹ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത് തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ. മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്നത് ചോദിക്കാൻ വലിയൊരു മുഖവുര. അള്ളാഹ് ചെയ്തതൊക്കെ അങ്ങ് പറയാൻ തുടങ്ങി. സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം എത്ര ആവർത്തിച്ച് പറഞ്ഞാലും മടുപ്പില്ല അള്ളാഹുവിന്. അത് സൃഷ്ടാവിന്റെ പ്രത്യേകതയാണ്.
അല്ലാഹുവിന്റെ പ്രത്യേകതയാ. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അങ്ങ് പറയ നബിയേ, അല്ലാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്. ഉദ്ഊനി അസ്തജിബ് ലക്കും, ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം, ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം എന്നത് വേണമെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തരാമെന്ന അർത്ഥമല്ല. ചോദിച്ചുകൊണ്ടേയിരിക്കണം, ചോദിക്കാത്തവന് പണി കിട്ടുമെന്ന് ഖുർആൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ചോദിക്കാതെ കിബർ കാണിച്ചിരിക്കുന്നവൻ പിന്നീട് അവന് സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയാണ്. അള്ളാഹുവോട് ചോദിക്കുന്നതോറും അവന് ഇഷ്ടം, ചോദിക്കാതിരിക്കുന്നതോറും അള്ളാഹുവിൽ നിന്ന് അകലും. അതിന്റെ പേരിൽ അവൻ ചെന്നു ചേരും സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ദുആ കുറയുന്ന മനുഷ്യൻ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് എങ്ങനെ ചോദിച്ച് വേഗം വേഗം അള്ളാഹുവിലേക്ക് അടുക്കണം എന്നതിന്റെ മനഃശാസ്ത്രമായി പറഞ്ഞത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ധാരാളം കുറിക്കുന്നുണ്ട്. അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. അള്ളാഹുവിനെ മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന അള്ളാഹു കോപിക്കത്രേ ചോദിച്ചില്ലെങ്കിൽ. മനുഷ്യന്റെ സ്വഭാവം ചോദിച്ചാലോ കോപിക്കാം, അള്ളാഹു ചോദിച്ചില്ലെങ്കിൽ കോപിക്കും എന്ന രീതിയിൽ. അല്ലാഹു യഗ്ളിബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളിബു. ആരാണ് അല്ലാഹ്? അല്ലാഹു കരുണ ചെയ്യട്ടെ. അവനോടുള്ള ചോദ്യം നിന്നു പോയാൽ അവന് ദേഷ്യമാ. അവൻ എന്താ എന്നോട് ചോദിക്കാറുന്നത്? അള്ളാഹുവിന് ദേഷ്യമാണ്, അതാണ് അല്ലാഹ്. എന്നാൽ ആദം സന്തതികൾ ചോദിക്കപ്പെടുന്ന നേരത്ത് ചോദിച്ചെന്നെ പിന്നെയും ചോദിക്കണം, 2 പ്രാവശ്യം കൊടുക്കും, 3ാമത് മടുത്തു പോകും എത്ര സ്നേഹം ഉണ്ടെങ്കിലും. ആദം സന്തതിക്ക് ദേഷ്യമാണ്. സൃഷ്ടാവിന് ചോദിച്ചില്ലെങ്കിൽ ദേഷ്യം, ആദം സന്തതിക്ക് ചോദിച്ചാൽ ദേഷ്യം. ഈ രീതിയിലാ മഹാന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഹദീസ് കൂടി പറയാം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി വരികയാണ്. മഹാനായ സഹൽ ബിൻ സഅദ് അൽ-സാഇദി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. ഇമാം ബൈഹഖിയുടെ ശുഅബിൽ കാണാം. ആഗതൻ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ ദുല്ലനി അലാ അമലിൻ ഇദാ അന അമൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. ഒരു അമൽ, ഒറ്റ അമൽ ഒന്ന് പറഞ്ഞു തരണം, ഞാനത് ചെയ്താൽ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും, അള്ളാഹുവിനും ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഒരു അമൽ, അതിപ്പോ എന്തുട്ടാ അമല? ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. ഒരു അമൽ പറയുമോ നബിയെ? ഞാനത് ചെയ്താൽ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അള്ളാഹുവിനും എന്നോട് ഇഷ്ടമുണ്ട്. അങ്ങനെ ഒരു അമലുണ്ടെങ്കിൽ അത് പറയണേ. സ്വഹാബി കുറെ ആലോചിച്ചിട്ട് ഇത് വന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ മറുപടിക്ക് സമയം വൈകിയില്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബകല്ലാഹ്. ദുനിയവിയായ താല്പര്യങ്ങളുടെ പിന്നാലെ, ദുനിയവിയായ കാര്യത്തിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ദുനിയവിയായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സ്വഭാവം നമുക്കുള്ളത്, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ, ആഖിറത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ഒരു വിട്ടുവീഴ്ച ആഖിറത്തിന്റെ കാര്യത്തിൽ. ദുനിയാവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്വഭാവം നിനക്ക് വരികയാണ് എങ്കിൽ അള്ളാഹു നിനക്ക് അവന്റെ ഇഷ്ടം തരും. റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ അത് മതി. വസ്ഹദ് ഫീമാ ഇൻദന്നാസി യുഹിബ്ബക്കന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് വേണമെന്നൊരു തോന്നല് വന്നാ, ഒരു 5000 ഈ ആഴ്ച, അടുത്ത ആഴ്ച ഒരു 10000, അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണം. അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ളത് മോഹിക്കാതിരുന്ന ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. ദുനിയാവിനെ മോഹിക്കാതിരുന്ന അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളെ കയ്യിലുള്ളത് മോഹിക്കാതിരുന്ന ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. എത്ര ഇഷ്ടമുണ്ടെങ്കിലും 2-3 പ്രാവശ്യം ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഇഷ്ടം അങ്ങ് പോകും. പിന്നെ നമ്മളെ കാണുമ്പോൾ മാറി നടക്കും. ചോദ്യങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. ദീനിന്റെ പേരിലൊക്കെ ചോദിക്കേണ്ടി വരും. അതിപ്പോ എത്ര മടുപ്പുണ്ടായാലും ചോദിക്കാതെ നിർവാഹമില്ല. അത് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും.
ചില പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തേണ്ടവരും. അതല്ല പറഞ്ഞത്. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളുടെ കയ്യിൽ ഉള്ളതൊക്കെ മോഹിക്കണം. അങ്ങനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ആളുകളിൽ നിന്നും നിന്നെ അകറ്റി നിർത്തുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സമ്മതിച്ച് റബ്ബിന്റെ വഴിയിൽ ആ അനുഗ്രഹങ്ങളെ നാം ഉപയോഗിച്ചോ ഇല്ലയോ എന്ന ഒരു ചിന്ത ഉണർത്തി അള്ളാഹുവോട് അതിൽ മാപ്പപേക്ഷിച്ച്, അള്ളാഹുവേ നിന്റെ മുന്നിൽ ഞാൻ എല്ലാം തുറന്നു പറയാം, നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, അങ്ങനെ ഒരു കൃതജ്ഞതാബോധം നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ദുആയിലൂടെ ഉന്നയിച്ചാൽ അത് വേഗത്തിൽ പരിഗണിക്കുകയും ആത്മീയമായ ഒരു വലിയ മാറ്റങ്ങൾ നമുക്ക് വരികയും അള്ളാഹുവോട് അടുത്തു എന്ന് വെറുതെ ഭംഗിവാക്കിലല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ആ ഒരു പരിശീലനം റമദാൻ നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നു. അങ്ങനെ നേടിയ കുറെ നേട്ടങ്ങളുടെ കൂട്ടത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. അത്തരം നേട്ടത്തിൽപ്പെട്ട ഒരു നേട്ടമാണ് പരിശുദ്ധ ബദറിന്റെ വിജയം. സ്വഹാബികൾ നമുക്ക് ആ രീതിയിൽ അവരുടെ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചു. അനുവർത്തിക്കാൻ, ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, പുണ്യ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പരിശുദ്ധ റമളാന്റെ ആദരവോട് ഞങ്ങൾ എന്തെങ്കിലും അദബകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. റമളാൻ അനുകൂലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ച പലരുമുണ്ട്, പല രോഗികൾക്കും വേണ്ടി ഏൽപ്പിച്ചതുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും ശിഫാവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ സഹോദരന്മാരുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങളിൽ നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് നിഅമത്തുകൾ നീ തന്നിട്ടുണ്ട്. നിന്നെ അനുസരിക്കാത്ത പാപികളാ ഞങ്ങൾ. നീ അതിന്റെ പേരിൽ തിരിച്ചു വാങ്ങല്ലേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ദിവസവും നോമ്പുതുറയിലേക്ക് സാമ്പത്തികമായി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ നോമ്പുതുറയിലേക്ക് സംഭാവന തന്ന ഒരു കുടുംബം പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ, ആ പിതാവിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റമളാൻ 23 വാപ്പയുടെ ആണ്ടാണ്. അന്നത്തെ നോമ്പ് തുറയിലേക്കെന്ന് പറഞ്ഞ സഹോദരൻ സംഖ്യ ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ, ആ പിതാവിന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ റബ്ബേ അവർക്കും ഞങ്ങളുടെ മൗതാക്കൾക്കും സാധുക്കളായി ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. നോമ്പ് തുറയിലേക്ക് ഇനി സഹായിക്കേണ്ടവർ, സഹായിച്ചവർ, തന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും റബ്ബേ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഒരു മൂമിനായ മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നോമ്പ് തുറ കൊണ്ട് ഒരാളുടെ വിശപ്പോ ദാഹമോ ശമിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ നോമ്പ് തുറപ്പിച്ച ആള് എന്റെ ഹൗലിന്റെ ചുവട്ടിലെത്തുന്നവരെ പിന്നെ അവൻ ദാഹിക്കില്ല. നോമ്പുകാരന് കിട്ടിയ അതുപോലത്തെ ഒരു പ്രതിഫലവും അല്ലാഹു നൽകുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അല്ലാ, ഞങ്ങളുടെ നോമ്പ് തുറ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനർഹമായ പരിഗണന നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ ഉസ്താദമാർക്ക് വീടുകളിൽ നിന്നും നോമ്പുതുറയുടെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കൊണ്ടുവരുന്നു. അതൊന്നും വാങ്ങിക്കഴിക്കാനോ കുടിക്കാനോ ഞങ്ങൾക്ക് യോഗ്യതയില്ല. അല്ലാഹുവേ റബ്ബേ, നിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് നോമ്പുതുറകൾ നടക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ റബ്ബേ റമളാനിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു സ്വതക്കയാണത്. അതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ, ഈ ഭൂമിയിൽ കൊറോണ പോലെയുള്ളതൊന്നും ആവർത്തിക്കല്ലേ അല്ലാ.
അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്തണേ അള്ളാഹുവേ റബ്ബേ, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താത്ത ഒരു ഭരണം ഞങ്ങളുടെ രാജ്യത്ത് നീ തരണേ അത്ഭുതങ്ങൾ സംഭവിക്കണം അത്ഭുതങ്ങൾ സംഭവിക്കണം അള്ളാഹുവേ, ഖിയാമത്ത് നാൾ വരെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന അവസ്ഥ നീ നിലനിർത്തി തരണേ ആഖിബത്ത് നന്നാക്കണേ ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.